വീണ്ടും ശബരിമലയെ ഉപയോഗിച്ച് കേരളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ തയ്യാറെടുക്കുകയാണ് സംഘപരിവാർ. അതിന്റെ ഭാഗമായി സംഘപരിവാർ കേരളത്തിന് പുറത്തും വലിയ തോതിൽ അയ്യപ്പ ഭക്തർക്കിടയിൽ ഒരു വ്യാജ പ്രചരണം, ഒരു വിദ്വേഷ പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി BJPയുടെ പ്രമുഖ നേതാവും BJPയുടെ തെലങ്കാന MLAയുമായ രാജാ സിംഗ് ഒരു സന്ദേശം തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർക്കായി പുറത്തുവിട്ടിട്ടുണ്ട്. ആ സന്ദേശത്തിൽ പറയുന്നത്, ശബരിമലയിൽ എല്ലാവരും പോകുമ്പോൾ ഇപ്പോൾ ഒരു ധാരണയുണ്ട്, അവിടുത്തെ വാവരു പള്ളി കൂടി സന്ദർശിച്ചാലേ തീർത്ഥാടനം പൂർത്തിയാകൂ എന്ന്. എന്നാൽ അങ്ങനെ അത് അല്ലെന്നും അത്തരത്തിലൊരു വാവരു പള്ളി സന്ദർശിക്കേണ്ട ആവശ്യം ഹിന്ദുക്കൾക്കില്ല എന്നും ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം ശവക്കല്ലറകൾക്ക് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല എന്നും ഈ പതിവ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് നക്സലൈറ്റുകളും ഇടതുപക്ഷവും CPM-ഉം ഒക്കെ ചേർന്നാണെന്നുമാണ് BJP നേതാവായ രാജാ സിംഗ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജാ സിംഗ് ആവശ്യപ്പെടുന്നത് തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഈ വാവരു പള്ളി സന്ദർശിക്കരുതെന്ന്. നമുക്കറിയാവുന്ന പോലെ ഇത് ശബരിമലയിലെ തീർത്ഥാടന കാലമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, എന്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് പോലും വലിയ തോതിൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന കാലം. ശബരിമലയിലെത്തുന്ന 99% അയ്യപ്പ ഭക്തരും എരുമേലിയിലെ വാവരു പള്ളി കൂടി സന്ദർശിച്ചാണ് തങ്ങളുടെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നത്. വാവരും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ കേട്ട് തന്നെയാണ് ഓരോ മലയാളിയും വളർന്നിട്ടുള്ളത്. എന്നാൽ ആ കഥകളെല്ലാം പൊയ്യാണെന്നും അതെല്ലാം നുണകൾ മാത്രമാണെന്നും അത് പൊളിച്ചെഴുതേണ്ട സമയമായിരിക്കുന്നു എന്നുമാണ് സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണം. സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ ഒരു മുസ്ലിം അപരവൽക്കരണം സൃഷ്ടിക്കാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടി തന്നെയാണ് വലിയ തോതിൽ അയ്യപ്പ ഭക്തർ എത്തുന്ന തെലങ്കാനയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് കൂടിയായ രാജാ സിംഗിനെ കൊണ്ട് ഇത്തരത്തിലൊരു സന്ദേശം പുറത്തുവിടാൻ സംഘപരിവാർ നേതൃത്വം തയ്യാറായത്. സംഘപരിവാർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പ്രചരണം വളരെ നേരത്തെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. സംഘപരിവാർ പ്രൊഫൈലുകൾ ഈ ആവശ്യം വളരെ നേരത്തെ തന്നെ ഉന്നയിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ശബരിമല വീണ്ടും ചർച്ചയാക്കുക എന്നൊരു ലക്ഷ്യം ഇവർക്കുണ്ട്. 2018 സുപ്രീം കോടതിയുടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയും അതിനെ തുടർന്ന് സംഘപരിവാർ ഈ നാട്ടിൽ നടത്തിക്കൂട്ടിയ അക്രമ പരമ്പരകളും അത്ര പെട്ടെന്നൊന്നും മലയാളിക്ക് മറക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര സർക്കാരിന് ഒരു ഓർഡിനൻസിലൂടെ തിരുത്താൻ കഴിയാവുന്ന പ്രശ്നം അങ്ങനെ പരിഹരിക്കാതെ കേരളത്തിൽ ഒരു തെരുവ് യുദ്ധത്തിൻ്റെ സമാനമായ അവസ്ഥ രൂപപ്പെടുത്തി ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ, ഒരു ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ സംഘപരിവാർ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ശബരിമല പ്രശ്നകാലത്ത് നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ ഒരു നിശബ്ദ ക്യാമ്പയിൻ പോലെ വാവരു പള്ളിയും ശബരിമലയും തമ്മിലുള്ള ബന്ധത്തെ എന്നേക്കുമായി വിച്ഛേദിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ. എന്തായാലും സംഘപരിവാറിൻ്റെ ഈ ശ്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചരിത്രത്തെയും വിശ്വാസത്തെയും പോലും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു മതഭിന്നിപ്പ് സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.